So hello, welcome back to our YouTube channel, Aish Arjun. So ഇന്ന് നിങ്ങളുടെ ടൈറ്റിൽ കണ്ട പോലെ it's a special day for us, especially for me it's a special day. And ta-da! Here is our birthday boy. Birthday not boy anymore, uncle. Uncle. 30 വയസ്സുള്ള ആരെയും അങ്കിൾ എന്ന് വിളിക്കാൻ പാടില്ല. So Arjun turns 30 on 30th. സോ ഇന്ന് സെപ്റ്റംബർ 30 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. സോ അർജുൻ്റെ 30th ബർത്ത്ഡേ ആണ്. നമ്മൾ ബർത്ത്ഡേയുടെ അന്ന് വയസ്സ് പറയരുത് എന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ പറയും. എന്തോ എനിക്കറിയില്ല അത് അല്ല, ബട്ട് അതെനിക്കറിയില്ല, ലോജിക് ഉണ്ട്. പിറന്നാളിൻ്റെ അന്നാ പറയാൻ പാടില്ല എന്ന് തോന്നുന്നു. ബർത്ത്ഡേയുടെ അന്ന് പ്രശ്നമില്ല, കാരണം ബർത്ത്ഡേ വെസ്റ്റേൺ കൾച്ചർ അല്ലേ നമ്മൾ നോക്കുക. നമുക്ക് ഹിന്ദുക്കളായതുകൊണ്ട് പിറന്നാളുണ്ട്, നാളെ നോക്കും. നാളിൻ്റെ ബർത്ത്ഡേ അർജുൻ്റെ കഴിഞ്ഞു ഓൾറെഡി. ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല. അർജുനൻ ട്രിവാൻഡ്രത്തായിരുന്നു ആ സമയത്ത്, ഞാൻ കൊച്ചിയിലും. അപ്പോൾ അർജുനൻ ഫാമിലിയുടെ കൂടെ സദ്യയൊക്കെ വെച്ച് ആഘോഷിച്ചു, ഞാനില്ലാതെ. സോ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് എത്തി, എന്നെ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ ഒരു ചെറിയ, ഞാനും അർജുനും മാത്രമുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ മൊമെന്റ്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല, നമ്മുടെ ആ ഒരു കുട്ടി കുട്ടി മൊമെന്റ്സ് അത്രേ ഉള്ളൂ. അർജുന എന്താ പറയാ, ബർത്ത്ഡേ ബോയ്ക്ക് എന്താ പറയാ? ഇവള് ഓരോ സർപ്രൈസ് ഉണ്ടാക്കും, അതെല്ലാം പൊളിക്കുക, പിറകെ നടന്ന് പൊളിക്കുകയാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. ആദ്യത്തെ സർപ്രൈസ് ഞാൻ പൊളിച്ചു, ആദ്യം തന്നെ പൊളിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണിക്കും, അത് നിങ്ങൾ കാണിക്കും, അത് അല്ലേ? സർപ്രൈസ് പൊളിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഹി നോസ് ഏകദേശം അറിയാം എന്താണെന്നുള്ള കാര്യം, ഏകദേശം അറിയാം. പക്ഷെ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. അർജുന അറിയാം, സിമ്പിൾ ആണ്, ഒന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ലൊക്കേഷനിൽ എത്തി, ഡ്രൈവ് ചെയ്ത് വരുമ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ട്, കാരണം ഞങ്ങൾ ഒരു 4-5 ദിവസത്തിന് ശേഷം കാണുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്പോട്ടിലെത്തി. ഭയങ്കര വിശേഷം. വണ്ടിയിൽ കംപ്ലീറ്റ് ഇരുന്ന വർക്കിലായിരുന്നു. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ പോട്ടെ. അപ്പൊ ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ള എടപ്പള്ളിയാണ്. എടപ്പള്ളിയില് എവിടെയാന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ ഞങ്ങളിപ്പോൾ ഉള്ളത് ഫ്രഷ് ട്രീസ് ഗാർഡൻ കഫേയിലാണ്. ഫ്രഷ് ട്രീസ് ഗാർഡൻ കഫേ ഒരു എക്കോ ഗ്രീൻ കഫേയാണ്. എത്ര പേരുടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എടപ്പള്ളിയിലാണ് ഈ സ്പോട്ട് വരുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ഇന്ന്, ഞാൻ അർജുനെയും കൊണ്ട് വന്നേക്കുന്നത് ഇന്ന്. സോ യെസ്, ഫ്രഷ് ട്രീസ്. അർജുട്ടാ, ഹിയർ ഈസ് യുവർ ഡെക്കോർ. ഹൗ ഡു യു ഫീൽ? How do you feel? See, this is reserved. Reserved il aarilla. Namakkaanu reserved for us. സോ ഞാൻ ഇവിടെ ഓൾറെഡി വിളിച്ച് ഇവരോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു കുട്ടി ഒരു ഡെക്കോർ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു സെലിബ്രേഷനാണ്. ഇവിടെ പാട്ടൊക്കെ ലൈവായിട്ടുള്ളൊരു കോൺസേർട്ടൊക്കെ നടക്കുന്നുണ്ട്. This was in 2x. So ഇതാണ് ഡെക്കോർ വരുന്നത്. ഹംദം. God bless you. May God bless you. May God bless you, dear. Happy birthday to you. This is for you, Arjun. Thank you. Happy birthday. Thank you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Walking in the moonlight, I'm thinking of you. Listening to the angels, I'm thinking of you. In my candle, I'm thinking of you. In a candle, I'm thinking of you. So this is for you, Arjuna, my dear husband. Happy birthday to you.
many, many, many more happy returns of the day. I love you. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഞാൻ അർജുന് വേണ്ടി ഒരുക്കിയ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. സാധാരണ ക്യാൻഡിൽ കത്തിയിരുന്നു, ഒരു ഫാൻ ഇട്ടപ്പോൾ ഓഫ് ആയതാ. ഓക്കെ, സോ അവര് ഇതെന്ന് വെച്ചാൽ ഒരു ഫ്രീസ് ഡ്രസ് അല്ലേ, ഫ്രസ്ട്രീസ് അതെ, ഫ്രസ്ട്രീസ് യെസ്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഓരോ മണിക്കൂറൊക്കെ ഇടവിട്ട് മഴയുടെ ഒരു സംഭവമൊക്കെ അവരിങ്ങനെ ചെയ്യും. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്ന പോലെ. എന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് നല്ല, കാരണം ഇവിടെ ഒരു മ്യൂസിക് ഷോ പോലെ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കേക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതായിരുന്നു കേക്ക്. ഡെക്കോറൊക്കെ ഇവർ നന്നായി ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ലൈറ്റിന്റെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കാണാൻ പറ്റുന്നുണ്ടോ? New watch, my birthday gift. Come on. Almost ആണ്. Yes. അവരുടെ പ്രസന്റേഷൻ കൊള്ളാം. നല്ല പ്രസന്റേഷൻ ആണ്. അർജുന് ഫിഷ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനൊരു ഫിഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പാൽക്കപ്പ നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല, കഴിക്കണം. ഓക്കെ, സോ നമ്മളിവിടെ ജസ്റ്റ് ഫുഡ് കഴിച്ച് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇവിടെ പാട്ട് നിന്നത്. ആളുടെ മ്യൂസിക് ഷോ ഇപ്പോഴാണ് വൈൻഡ് അപ്പ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് വെച്ചാൽ, ഇതിന് മുന്നേ സംസാരിച്ചൊന്നും കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഭയങ്കര സൗണ്ടായിരുന്നു, ലൗഡായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കൈമാറ്റോ? യെസ്. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യും, ഇവിടെ വരാത്തവർ കഫേ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർ, കഫേ വൈബ് ഇഷ്ടമുള്ളവർ മസ്റ്റ് ട്രൈ ആണ് ഫ്രസ്ട്രീസ് ഗാർഡൻ കഫേ എടപ്പള്ളി. ഇവർ നല്ല അടിപൊളിയായിട്ട് കണ്ടോ, ഒരുപാട് ബലൂണൊക്കെ വെച്ച് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ഏതൊരു ഗസ്റ്റാണ് ഇപ്പോൾ പാട്ട് പാടുന്നതെന്ന് തോന്നുന്നു. യെസ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. സ്റ്റിൽ നമ്മൾ
എനിക്ക് തോന്നുന്നു എത്ര നേരമായി നമ്മളിവിടെ വന്നിട്ട്? 1 മണിക്കൂർ 2 മണിക്കൂറായോ? ഒരു 1-2 മണിക്കൂറായി. 2 hours ഒക്കെ ആയി. വയ്യ, എണീക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ ഫിഷിനെ അതെ ഈ പരിവാക്കിയുണ്ട്, ഈ അവസ്ഥയാക്കി ഫിഷിനെ. ഇത് അർജുനെ കൊണ്ട് മാത്രമേ പറ്റൂ. സോ ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ. എഗെയിൻ സോങ് സ്റ്റാർട്ടഡ്. മൊജിറ്റോ കേക്കും പാർസൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണ് അർജുനത്തെ ബ്ലാക്ക് ഇടാൻ, മാച്ചിങ്. സോ പാട്ട് പാടുന്ന ആളുടെ പേരെന്താ പറഞ്ഞത്? ഷെബിൻ സെബാസ്റ്റ്യൻ. സോ ഷെബിൻ സെബാസ്റ്റ്യൻ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇൻസ്റ്റയിൽ ടാഗ് ചെയ്യാം. സോ നിങ്ങൾ കൂടി അറിയാൻ വേണ്ടി പറയണത് സൗണ്ട് മ്യൂസിക് നിങ്ങൾ കേൾക്കുന്നത് ഈസ് ഫ്രം ഷെബിൻ സെബാസ്റ്റ്യൻ. ഗുഡ്, നന്നായിട്ട് പാടുന്നുണ്ട് ആള്, നല്ല രസമുണ്ട്. ഐ എം എ വെരി ബാഡ് സിംഗർ ബട്ട് മീഡിയം ഡാൻസർ, ലൈക്ക് ആവറേജ് ഡാൻസർ. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ 1 hour കൂടുമ്പോൾ അവർ ഇതുപോലെ ഡ്രിസിൽസ് ഉണ്ടാവും. സോ നല്ല ചൂടത്തുള്ള സമയത്തൊക്കെ ഇതുപോലെ വന്ന് റെയിനിങ് പോലെ ഒരു ഡ്രിസ്ലിങ് നൈസാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഐ ലവ്ഡ് ഇറ്റ്. സോ കം ആൻഡ് വിസിറ്റ് ഫ്രഷ് ട്രീസ് ഇഫ് യു ആർ ഇൻ കൊച്ചി. അല്ലെങ്കിൽ കൊച്ചിയിൽ വരുമ്പോൾ കഫേ വൈബൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഫ്രണ്ട്സായിട്ടും കപ്പിളൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. നൈസ് എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു 1 hour കൂടുമ്പോഴാണ് അവർ ഈ ഡ്രിസ്ലിങ് ചെയ്യുന്നത്. ലൈക്ക് ഫുള്ളി നമ്മളിങ്ങനെ മഴ പെയ്യുന്ന പോലത്തെ വെള്ളമല്ല, പക്ഷെ കുറച്ചിങ്ങനെ ഡ്രിസ്ലിങ് തന്നെ പറയാം. കുറേ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. പ്ലാന്റ്സ് സെയിലിനായിട്ടും വെക്കുന്നുണ്ട്. പ്ലാന്റ്സ് ഫോർ സെയിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഫസ്റ്റ് ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്തത്. പിന്നെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ, അർജുൻ്റെ ബർത്ത്ഡേയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ നല്ലൊരു ഒക്കേഷനാണെന്ന് വിചാരിച്ചിട്ട് അത് ഇന്ന് പ്ലാൻ ചെയ്തു. ഡ്രസ്ലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അർജു ചേട്ടാ? അടിപൊളിയായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇല്ല, മഴ നനയാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ്. ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുന്നേ ആക്ച്വലി ഞാൻ കോട്ടയത്ത് ഇതേപോലെ ഒരു റിസോർട്ടുണ്ട്, ഇതേപോലെ അവരൊരു ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കോട്ടയത്താണ്. ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, അടിപൊളിയായിരുന്നു. സോ യെസ്, അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. സോ അത്രേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. ഇഷ്ടപ്പെട്ടില്ലേ എൻ്റെ ഒരു കുട്ടി സർപ്രൈസ് ഒക്കെ? സോ നമ്മൾ ഇനി വി ആർ ഹെഡിങ് ഹോം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.